ക്യാമ്പിൽ നിൽക്കുന്ന ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. കുറെ പേര് സെന്റി അടിച്ച് ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ സ്പോട്ടിൽ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോകേണ്ടി വരും. നന്മപരങ്ങളായ ആൾക്കാർ അവിടെ ബിരിയാണിയും പൊറോട്ടയും ബീഫൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ കെട്ടിടങ്ങൾക്ക് കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കർഷകരെ പറഞ്ഞു പറ്റിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മേലിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇതെല്ലാം കൂടെ കേട്ടിട്ടാണ് ജനങ്ങൾ ഒരേ മനസ്സോടെ ഗാഡ്ഗിലിനെ എതിർത്തത്. ചാനൽ പറയാണ് ഈ മൂന്നാമത് ഉരുൾപൊട്ടി എന്നുള്ള ന്യൂസ് ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത്. ഇനിയും കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അവർക്ക് തമിഴ്നാട്ടിലുള്ള മുഴുവൻ സ്വത്തുക്കളെ കുറിച്ച് ഞങ്ങൾ വെളിപ്പെടുത്തും. ഇവർ ഇതുവരെ വാങ്ങിച്ച മുഴുവൻ കൈക്കൂലിയെ കുറിച്ചും ഇൻക്ലൂഡിങ് മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ വരെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവ് സഹിതം ഞങ്ങൾ തരും. ഞങ്ങൾ പണം മാത്രമല്ല സ്വത്തടക്കം കൊടുത്തിട്ടുണ്ട്. നാളെ മുല്ലപ്പെരിയാറിനായാലും എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാനുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. കേരളം പറയും, കേന്ദ്രം മുൻകൂട്ടി പറഞ്ഞില്ല. കേന്ദ്രം പറയും ഞങ്ങൾ ഇവരോട് നേരത്തെ പറഞ്ഞതാ. ഉടനെ തമിഴ്നാട് പറയും ഡീകമ്മീഷൻ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. എന്തെങ്കിലും ചെയ്യണോ അത് ഇപ്പൊ ചെയ്തു പോകണം. അല്ലാതെ എന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താണ് ഇതിന്റെ കാര്യം? ഇപ്പോൾ വയനാട് ഇഷ്യൂ വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഞാൻ എപ്പോൾ ചാനൽ നോക്കിയാൽ അർജുൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ലോറി പോയതും നിന്ന് കിട്ടുമോ എന്നുള്ളതായിരുന്നു ചർച്ച. ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊന്ന കേസൊക്കെ വരികയാണെങ്കിൽ പിന്നെ വയനാട് ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവില്ല. ഭാര്യ ചെയ്തത് ശരിയാണോ ഭർത്താവ് ചെയ്തത് ശരിയാണോ എന്നായിരിക്കും അടുത്ത ന്യൂസ് വരാം. കാരണം അവരെ സംബന്ധിച്ചോളം അതിന്റെ മാക്സിമം ഊറ്റി കഴിഞ്ഞു. ഇപ്പൊ 199 മൃതദേഹം കണ്ടുപിടിക്കും. അപ്പോൾ ഇത് 199 എത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് മാത്രം മതി 200 എത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ഇതൊരു ബാറ്റ്സ്മാൻ ഡബിൾ സെഞ്ചുറി അടിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പറയേണ്ടത്. ഒരു ഭൂകമ്പ ബാധ്യതയിൽ ഏറ്റവും മണ്ണിൽ വരുന്ന 5 സ്ഥലങ്ങൾ, ആ 5-ൽ 1 പശ്ചിമഘട്ടം. കേരളം എന്നല്ല അവർ പറഞ്ഞത്. അതും കേരളത്തെ മാത്രം ബാധിക്കുന്ന റിപ്പോർട്ടല്ല. ഈ കൊങ്കണിലാണ് ഇപ്പോഴും നമ്മൾ ഈ അർജുൻ അദ്ദേഹത്തിന്റെ ലോറിയൊക്കെ കുടുങ്ങിയത് എവിടെയാണ്? കൊങ്കണാണ്. ശരിക്കും ദൈവം നമുക്കൊരു കാണിച്ചെന്ന പോലെയാണ്. ഒരു ചെറിയൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞപ്പോൾ ഇത്രയും പേരെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പോലത്തെ ഒരു സംഭവം നിങ്ങളെ ഇപ്പൊ എനിക്ക് കിട്ടുന്നൊരു പ്രതിഫലം പോലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കണ്ണീരൊപ്പാനെ സന്തോഷം വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ഞാൻ പൈസ എടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, ഒരു രൂപ പോലും എടുക്കാറില്ല. ഇതാണ് സന്തോഷം വേണ്ടിയിട്ട് ചിന്തിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിച്ചേട്ടനാണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം ചേട്ടാ. അപ്പോ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ദുരിതാശ്വാസ മേഖലകളിലൊക്കെ ആയിരുന്നു. അപ്പം അതിനിടയ്ക്ക് നിന്നാണ് ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ചേട്ടാ, അപ്പം ഇപ്പൊ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നം നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ ചേട്ടൻ പോവാറുണ്ട്. അപ്പം ഇങ്ങനെ ഇതുപോലുള്ള മേഖലകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ കാര്യം വരുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ചേട്ടൻ പോകുന്നത്. ചേട്ടൻ എന്തിനാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ തോന്നുന്നത്? ഞാൻ പറയുന്നത് ഒരു കലാകാരന് ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കലാകാരനെന്നല്ല, എല്ലാവർക്കും ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ്, അല്ല ഇപ്പൊ ജനറലി സ്പീക്കിംഗ് നമ്മളുടെ മനസ്സിൽ ഈ സാഹിത്യകാരന്മാർ സിനിമാക്കാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാൾ മുകളിലുള്ളവരും വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും നമ്മളൊന്നും പോരാ എന്നൊരു അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ആരാധിക്കുന്നത്, അല്ലെ? നമുക്കില്ലാത്തൊരു ക്വാളിറ്റി ഒരാൾക്ക് വരുമ്പോഴല്ലേ നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കലാകാരന് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണം. ഇതില്ലെങ്കിൽ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ ഈ വ്യക്തി ഒന്നും എൻ്റെ വിഷയത്തിൽ പെടുന്നതല്ല. കാരണം നിങ്ങൾ സിനിമയിൽ ഒരു പെൺകുട്ടി ആരെങ്കിലും കൈ പിടിച്ചു, ഉടനെ നിങ്ങൾ അവൻ്റെ കൈവെട്ടി, നിങ്ങൾ അവനെ കുത്തിക്കൊന്നു. അതേസമയം നമ്മളെ സിനിമ രംഗത്തുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ല അതിപ്പോൾ പ്രതിയെ പിടിക്കണോ വേണ്ടേ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല, അതിനെക്കുറിച്ച് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സുമാരുടെ കഥ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ നേഴ്സുമാരോടൊക്കെ പറഞ്ഞു എല്ലാവരും സിനിമ കണ്ട് വിജയിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് നേഴ്സുമാർ ചത്ത് കിടന്ന് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തു. സീരിയസ്ലി നേഴ്സുമാർക്ക് ഇവിടെ ബേസിക് സാലറി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ സമരം ചെയ്യുന്നു. നിങ്ങളെ വിളിച്ചു പറയുന്നു ചേട്ടാ ഞങ്ങൾ സമരം ചെയ്യണം. ഇതിൽ പോയിട്ട് ഇപ്പോൾ എനിക്കെന്ത് കിട്ടാൻ? അതേപോലെ നിങ്ങൾ അടിസ്ഥാന വർഗത്തിന്റെ കഥ പറയുന്നു, നിങ്ങൾ പാവപ്പെട്ടവന്റെ കഥ പറയുന്നു, നിങ്ങൾ സംസ്ഥാന അവാർഡ് ദേശീയ അവാർഡ് വേണമെങ്കിൽ ഓസ്കാർ വരെ മേടിക്കും. പക്ഷെ സീരിയസ്ലി ഇവിടെ പാവപ്പെട്ടവൻ എന്തേ വിഷമിക്കുമ്പോൾ അവിടെ പോയിട്ട് എനിക്കെന്ത് കിട്ടാൻ? ഇവിടെയാണ് നമ്മൾ കാണുന്ന എല്ലാവരും നല്ല ഞാൻ പറഞ്ഞ പല സാംസ്കാരിക നായകന്മാർ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ റോൾ മോഡലാക്കുന്ന ആളുകളുടെ പലപ്പോഴുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പ് നയമുണ്ട്. അതായത് സിനിമയ്ക്ക് വേണ്ടി ബിസിനസ്സിന് വേണ്ടി മാത്രമാണ്, അത് സിനിമയിൽ പാവപ്പെട്ടവനെ സഹായിക്കുന്നു, സിനിമയിൽ അനീതിക്കെതിരെ പൊരുതുന്നു. ഇവിടെ സീരിയസിൽ എത്ര വലിയ വിഷയം വന്നാലും ഈ വാദം ഉറക്കില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അവാർഡ് കിട്ടില്ല, മനസ്സിലായില്ല? അടുത്ത പ്രാവശ്യം അവാർഡിനെ അപ്പം നമ്മൾ ഒരിക്കലും ഭരിക്കുന്ന ഗവൺമെന്റ് ആരാണോ അവരെ
കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം തെറ്റെന്ന് പോലും നമുക്ക് പറയാനില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് പോകുന്നു വെച്ചാൽ, സന്തോഷ് പണ്ഡിറ്റ് മനസ്സിലാക്കുന്നത് സിനിമയിൽ നിങ്ങൾ 100 ആണെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഒരു 10% ക്വാളിറ്റിയെങ്കിൽ നമുക്ക് വേണമെന്ന് അല്ല. അപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ അന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കതിന് പരിമിതികളുണ്ടായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ശമ്പളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു നിശ്ചിത ഇതൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ ബെറ്ററായി കാര്യങ്ങൾ, കുറച്ചുകൂടിയൊക്കെ ഒരു സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരെ തന്നെ പോയി കാര്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഉരുൾപൊട്ടലുണ്ടായ ഇപ്പോൾ വയനാടായാലും അതേപോലെ തന്നെ വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തും കുറേ ഉരുൾപൊട്ടിയാലും അത്ര വാർത്താ പ്രാധാന്യം കിട്ടിയില്ല, കാരണം ഒരാളെ മരിച്ചത്. അപ്പം ഇവിടെ മരണത്തിനനുസരിച്ചിട്ടൊക്കെയാണല്ലോ ചാനലുകാർ കൂടുതൽ പോവുക. മറ്റവർക്ക് കുറേ പാലമൊക്കെ തകർന്നു വാട്ടവർ. അപ്പോൾ ഈ ഒരു സംഭവം പോലും, ഈ 2 ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഞാൻ വയനാടും പോയിട്ടുണ്ട്, വിലങ്ങാടും പോയിട്ടുണ്ട്. പക്ഷേ വിലങ്ങാടിലെ അവസ്ഥ എത്രമാത്രം, കാരണം വയനാടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ വിലങ്ങാടും ആളുകൾ മരിച്ചില്ലെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പാലം തകർന്നുകൊണ്ട് 3 കിലോമീറ്റർ ദിവസം ആൾക്കാർ നടക്കുന്നുണ്ട്. ഈ വിഷയം ഞാൻ നേരെ പോയതുകൊണ്ടാണ് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചാനലിലൂടെ അധികം കിട്ടിയിട്ടില്ല, കാരണം അവിടുത്തെ ആ വിലങ്ങാട് എന്ന വാക്കിന് അവിടെ റേറ്റിംഗ് ഇല്ല. ഓക്കെ, ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ്, ഇപ്പൊ വയനാട് ഇഷ്യൂ വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഞാൻ എപ്പോൾ ചാനൽ നോക്കിയാലും അർജുൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലോറി പോയതും അദ്ദേഹത്തിന് ഇന്ന് കിട്ടുമോ എന്നുള്ളതായിരുന്നു ചർച്ച. പക്ഷേ ഈ വയനാട് ഇഷ്യൂ വന്നതിന് ശേഷം കാര്യമായിട്ട് ആ ന്യൂസ് ഒന്നും നമ്മൾ കാണുന്നില്ല അല്ല. ഇനിയിപ്പോൾ വയനാട് ഇഷ്യൂ ഇപ്പോൾ ഔട്ടാവും. ഞാൻ പറഞ്ഞ ചാനൽ പെർസെപ്ഷനാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യനെ കൊന്ന കേസോ അല്ലെങ്കിൽ വളരെ ബ്രൂട്ടൽ മർഡർ നടന്നോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊന്ന കേസൊക്കെ വരികയാണെങ്കിൽ പിന്നെ വയനാട് ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭാര്യ ചെയ്തത് ശരിയാണോ ഭർത്താവ് ചെയ്തത് ശരിയാണോ എന്നായിരിക്കും അടുത്ത ന്യൂസ് വരാം. കാരണം അവരെ ഇഷ്ടമുള്ള അതിന്റെ മാക്സിമം ഊറ്റിക്കഴിഞ്ഞു. പക്ഷേ അവിടെ അനുഭവിക്കുന്നതിന്റെ അവസ്ഥ അതല്ല. ഞാൻ പറയുന്നത് അർജുൻ അദ്ദേഹത്തിന്റെ കാര്യം എടുക്കാൻ, അവരുടെ അമ്മയുടെ അവരുടെ വീട്ടുകാരുടെ വേദന എന്ന് പറയുന്നത് നിങ്ങളിപ്പോ വയനാട്ടിൽ ഇഷ്യൂ വന്നതുകൊണ്ട് അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇവിടെ ഇപ്പോൾ വയനാട് പ്രളയത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു കേസ് വന്നു കഴിഞ്ഞാൽ ചാനലുകാർക്ക് സ്വിച്ച് ചെയ്യാം, പക്ഷെ അവിടെ വേദനിക്കുന്നവന് ഇത് പറ്റൂല. അപ്പൊ എന്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് നേരെ തന്നെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലും നോക്കുന്നത് അതിന് ഇന്ന് വാർത്താ പ്രാധാന്യം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം, ഇന്നിപ്പോൾ ഞാൻ പോയാൽ ചിലപ്പോൾ എൻ്റെ ബൈറ്റ് എടുക്കാൻ ആളുണ്ടാവും. ഇതേ സ്ഥലത്ത് ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം പോയ ബൈറ്റ് എടുക്കാൻ ആളില്ല. എനിക്ക് ആള് ബൈറ്റ് എടുക്കാനുണ്ടോ അത് ന്യൂസ് വരുന്നോന്നല്ല ഞാൻ ആലോചിക്കുന്നത്. സർക്കാർ അടക്കം പല ആളുകളും ഇപ്പം 400 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പലരും വീടൊക്കെ വാഗ്ദാനം, ചിലർ 100 വീട്, ചിലർ 150 വീട്. ഞാൻ തന്നെ എഴുതി വെക്കുമ്പോൾ ഒരു 800-850 വീട് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. വാഗ്ദാനം നാക്കുകൊണ്ടുള്ള കൂമിട്ട് ഒരിക്കലായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 400 വീടാണ് പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 800-850 വീടായിട്ടുണ്ട്. ശരി, നല്ല കാര്യം, അവർക്ക് ചെയ്തു കൊടുക്കുന്നു കരുതാം. പക്ഷേ ഈ ക്യാമ്പിൽ നിന്നും ആളുകൾ ഇറങ്ങുന്നു. ഓം ഹ്രീ എന്ന് പറയുമ്പോഴേക്ക് ഒരു വീടാവില്ലല്ലോ, അതിനൊരു സമയം എടുക്കും അല്ല. ഇനി സർക്കാർ പുതിയൊരു വലിയൊരു വിശാലമായ നല്ലൊരു ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ നമുക്ക് വിചാരിക്കാം, അങ്ങ് സംഭവിക്കായിരിക്കും. പക്ഷേ ഇതിനൊരു സമയമെടുക്കും. അപ്പൊ ക്യാമ്പിൽ നിൽക്കുന്ന ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം, കുറെ പേര് സെഡി അടിച്ച് ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. ചിലർ നന്മവരാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ സീരിയസ്ലി നന്മവരങ്ങളായിരിക്കും, അവരെന്തെങ്കിലുമൊക്കെ ക്യാമ്പിലേക്ക് വേണ്ടി ചെയ്യും. ഇതെല്ലാം നടക്കും. പക്ഷേ ആ ക്യാമ്പ് എത്ര ദിവസം? ഞാൻ ആലോചിക്കുന്നത് ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ സ്പോട്ടിൽ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോകേണ്ടി വരും. നിങ്ങളുടെ വീടും എല്ലാ സാധനങ്ങളും അവിടെ പോയതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വാടക വീട്ടിൽ കിട്ടിയ അവസ്ഥയിൽ അവർക്ക് അടുക്കള സാധനങ്ങൾ വേണം, കട്ടില് വേണം, കിടക്ക വേണം, അല്ലെ? ബേസിക്സ് പല കാര്യങ്ങളും. ഏറ്റവും ഭയങ്കര ഹൈഫൈ AC ഒന്നും ഇല്ലെങ്കിലും ബേസിക് സാധനങ്ങളെങ്കിലും വേണമല്ലോ. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ചിന്തിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു സ്വതന്ത്രമായ ഒരു വീട് കിട്ടുന്നത് വരെ ഈ വ്യക്തി എങ്ങനെ ജീവിക്കും? ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും? ആ മക്കൾക്കുള്ള ബേസിക്സ് പലതും പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ബാഗ്, ബുക്ക്. കാരണം ഇവിടെ നന്മപരങ്ങളായ ആൾക്കാർ അവിടെ ബിരിയാണിയും പൊറോട്ടയും ബീഫൊക്കെ കൊടുത്തിട്ടുള്ളൂ അല്ലെ. എത്ര പേര് നോട്ടുബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ പോയി, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, ഈ പറയുന്ന ചൂരന്മലയായാലും മുണ്ടക്കയായാലും ഈ പ്രദേശങ്ങളിൽ ഇൻക്ലൂഡിങ് വിലങ്ങാടായാലും സന്തോഷ് പണ്ഡിറ്റ് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇപ്പോൾ അവരെ വീട്ടിലേക്കൊന്നും നമ്മൾ അധികം വിടുന്നില്ല. സുരക്ഷാ കാരണങ്ങളാകാം, നമ്മളെ ക്യാമ്പിലേക്ക് ഉള്ളോട്ട് കടത്തിയിട്ടില്ല. അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാവാം, ഞാനും തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകളോട് നേരെ ചോദിച്ചിട്ട് വേണം അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ. കഴിയുന്നത് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് നേരെ ചെല്ലുന്നു വെച്ചാൽ, നമ്മൾ നേരെ ചെന്നാൽ മാത്രമേ കറക്റ്റ് എന്താണ് അവിടെ നടക്കുന്നത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കർണാടകയിൽ ഷിരൂരിൽ നമ്മൾ അർജുൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരെ തന്നെ പോകുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ
ഇതിലിങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെയാ. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പോയി നോക്കുമ്പോഴല്ലേ ചിലർ പറയുന്നു കർണാടക സർക്കാർ കാര്യം കൊണ്ട് ചെയ്തിട്ടില്ല, ചിലർ പറഞ്ഞു ഞങ്ങൾ കറക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവരാണ് പറയുന്നത്, ഇവിടുത്തെ കേരളത്തിലെ ചാനലുകാർ കൊളാക്കി, മറ്റവും പറയുന്നു ഇങ്ങനെ. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പോയി ജനങ്ങളോട് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. കർണാടക കേസിലാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം സ്ലോ ആയിരുന്നു, പിന്നെ നല്ല കട്ടയ്ക്ക് തന്നെയാണ് പോയത്. പിന്നെ ഇന്ത്യൻ ആർമിയൊക്കെ നല്ല കട്ടയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമിന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റൂല. ഞാൻ നേരെ കണ്ട കാര്യം ഞാൻ പറയുന്നത്, ഇനിയിപ്പോ എനിക്ക് ചാനലിൽ കണ്ടതല്ല പറയുന്നത്. അപ്പൊ കാര്യങ്ങളെ കറക്റ്റ് പിക്ചർ കിട്ടുവാൻ വേണ്ടി കൂടിയാണ് അവിടേക്ക് പോകുന്നത്. ഇപ്പൊ ഇത്രയും നേരിട്ട് പോയി എല്ലാ കാര്യങ്ങളും അറിയണം എന്നാണ് ചേട്ടന് ആഗ്രഹം. അപ്പൊ ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ആളാണ് സന്തോഷ് ചേട്ടൻ. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു അവിടെ കുറച്ചുപേര് ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, കുറച്ചുപേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം സന്തോഷ് ചേട്ടൻ എന്താണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്? അതാ ഞാൻ പറയുന്നത്, ഞാൻ കൂടുതലും നോക്കുന്നത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് ചെയ്തത് അവിടെ? ഞാനിപ്പോ നിലവിൽ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാടക വീട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് അടുക്കള സാധനങ്ങൾ, നിങ്ങൾ വാടക വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒന്നും ഇല്ല കയ്യില്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതോ ഒരാള് ഒരു കോടീശ്വരൻ 100 വീട് കൊടുക്കാന്ന് പറഞ്ഞു, മറ്റവൻ 50 വീട് കൊടുക്കാറുണ്ട്, വേറെ ആള് സ്കൂൾ ഉണ്ടാക്കി കൊടുക്കാം, കോളേജ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ്. നിങ്ങൾക്ക് ഇന്ന് വിശക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താണെന്നുള്ളതല്ലേ നമ്മൾ നോക്കണം. നിങ്ങൾക്ക് ശാശ്വതമായി നിങ്ങളെ വിശപ്പ് മാറുന്നില്ലെങ്കിലും ഇപ്പം നിങ്ങൾ വിശക്കുമ്പോൾ 5 കൊല്ലത്തിന് ശേഷമുള്ള നിങ്ങളെ വിശപ്പ് മാറ്റലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വീട് വാങ്ങിച്ചു കൊടുക്കുക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. കാരണം എനിക്ക് പിന്നെ ഞാൻ അംബാനീൻ്റെ മോനൊന്നുമല്ലല്ലോ. എൻ്റെ ഒരു സാമ്പത്തികവും ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കിട്ടുമോ, ഈ ഇനോഗ്രേഷനൊക്കെ കിട്ടുമ്പോൾ അതിന് കിട്ടുന്ന പൈസയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പരിധിയുണ്ട്. അപ്പോൾ ഓരോന്ന് കിട്ടുമ്പോൾ നിങ്ങളെന്ന് ഇപ്പം എനിക്ക് കിട്ടുന്നൊരു പ്രതിഫലം പോലും നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കണ്ണീരൊപ്പാനെ സന്തോഷം വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ഞാൻ പൈസ എടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, ഒരു പോലും എടുക്കാറില്ല, സിനിമയിൽ നിന്ന് കിട്ടുന്നതായാലും. അപ്പോൾ അതിലൊരു ലിസ്റ്റ് ഞാനിപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ അതാത് സമയത്ത് കട്ടിൽ, കിടക്ക, അലമാറ, കുട്ടികളുടെ പഠനത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ, അടുക്കള സാധനങ്ങൾ, ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ജോലി നഷ്ടപ്പെട്ട പല ആളുകളുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടിവണ്ടിയാണോ, അല്ല അങ്ങനത്തെ, അപ്പോൾ പെട്ടിവണ്ടി വാങ്ങണം. അതേപോലെ മുമ്പൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പശുക്കുട്ടി, കോഴിക്കുട്ടി, ആട്ടുംകുട്ടി പൈസ കൊടുക്കാറില്ല. എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പൈസ തരില്ല. ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ഈ പൈസ കൊണ്ട് എന്താ ചെയ്യുന്നത്? അപ്പോൾ അവരോട് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് വാങ്ങിക്കാമായിരുന്നു. ശരി, അത് ഞാൻ വാങ്ങിത്തരാം. ഇതാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ കോൺസെൻട്രേഷനും വ്യക്തിപരമായി സന്തോഷം വേണ്ടിയിട്ട് ചെയ്യുന്നത് വാടക വീട്ടിലെത്തുന്ന ആൾക്ക് എന്തെല്ലാം സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കും, അന്ന് അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുത്തുകൂടാ? അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. ഈവൻ ഒരു വാടക വീട് ശരിയാക്കി കൊടുക്കാനുള്ള സാമ്പത്തികം പോലും എനിക്കില്ല. അപ്പം അതിനേക്കാൾ നല്ലതാണല്ലോ വാടക വീട് അവർ സംഘടിപ്പിക്കണം. ഇനി അതല്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പലരോടും പറയുന്നുണ്ട്. പിന്നെ അവരെ മനസ്സിലുള്ളൊരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു വാടക വീട് തന്നെ ഞങ്ങൾ എടുത്തു കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും വാടക എന്ന് പറയുമ്പോൾ അത് നടക്കൂല. ഇനി നേരെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, പല സ്കൂളിലായാലും കോളേജിലായാലും അവിടുത്തെ പ്രിൻസിപ്പൾമാരോട് സംസാരിക്കുകയുണ്ടായി. എന്നോട് പറഞ്ഞു, ഇവിടെ കുറേ ദിവസമായി ക്ലാസ് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ ഒന്ന് പോയാലേ ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റും. വരുന്ന ആൾ എവിടേക്ക് പോകണമെന്ന് കൂടെ അടുത്ത പ്രശ്നം. അച്ഛനമ്മയും നഷ്ടപ്പെട്ട കുട്ടിയുണ്ട് വിചാരിക്കുക. ക്യാമ്പൊക്കെ കഴിഞ്ഞു മോളെ കുട്ടി ഇപ്പം എന്താ ചെയ്യേണ്ടത്? കുട്ടി എവിടേക്കാണ് പോകേണ്ടത്? ഈ കുട്ടിയടക്കം പോയാലല്ലേ ഇവർക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റും. 2 പ്രശ്നം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് വാടക വീട് കിട്ടിയേ പറ്റും. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോയ അനുഭവം വെച്ച് പറയാണ്, ഒരു 5 സെൻറ്റ് സ്ഥലം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാനൊരു സർക്കാരിൻ്റെ ഒരു ഭാഗമായിരുന്നുവെങ്കിൽ സന്തോഷം വേണ്ടിയിട്ട് ചിന്തിക്കാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് ഒരു 20 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കുക. ഒരു 7 ലക്ഷം രൂപ, എൻ്റെ ഒരു എവറേജ് ആട്ടോ പറയുന്നത്, ഒരു 5 സെൻറ്റ് സ്ഥലം 1 ലക്ഷത്തിൻ്റെ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങളെന്നെ സ്ഥലം കണ്ടെത്തിക്കോ എന്ന് പറയാം. ടൗൺഷിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പ്രായോഗികമാണ് പറയുന്നത്. അപ്പോൾ ഈ ആളുകൾ ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു 7 ലക്ഷത്തിനെ സംഘടിപ്പിച്ചു. 20 ലക്ഷത്തിൻ്റെ ഒരു വീട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ 1 വർഷമെങ്കിലും എടുക്കും. ഈ 1 വർഷത്തിന് ഒരു 8000 രൂപ നിങ്ങൾ മാസമുള്ള ഒരു വാടക വീട് സംഘടിപ്പിച്ചോന്ന് അവരോട് തന്നെ പറയാം. അല്ല ഫ്രീ ആയിട്ട് തന്നെ കിട്ടാണ്ട് ചിലത് പൈസ പോകും. അപ്പോൾ എന്തായി, 12 മാസം എന്ന് പറഞ്ഞാൽ 96,000 രൂപ, 1 ലക്ഷം വിചാരിച്ചു. 2 ലക്ഷത്തിൻ്റെ വീട്ടു സാധനം വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ 30 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു കുടുംബത്തിന് 30 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് 10 ഹൈഫൈ വീടൊന്നും ഇപ്പോൾ നമുക്ക് തൂക്കി കൊടുക്കാൻ ആർക്കും പറ്റില്ല. ഒരു 20 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്ക് 2 മക്കൾക്ക് നിൽക്കുന്ന ഒരു കോലായി. ഒരു 30 ലക്ഷം സർക്കാർ ചെലവാക്കുകയാണെങ്കിൽ 100 വീടിന് എത്ര വരും? 3 അല്ലേ? 3 കോടി 30 കോടി വന്നു. ഇതേപോലെ 500 വീടുണ്ടെന്ന് സങ്കല്പിച്ചു. 400 500 എത്ര കോടി വന്നു? 150 കോടി വന്നു. ശരിയല്ലേ? ഇനി അവിടെ കുറെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട്, സംതിങ്. അതിനെല്ലാം കൂടി ഒരു 50 കോടി കൂട്ടിക്കാം.
പോരെ അല്ല, അവരെ പുതിയ ബിസിനസ് സ്ഥാപനം തന്നെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇനി 200 കോടി സർക്കാരിൻ്റെ ഉണ്ടെങ്കിൽ തൽക്കാലം 100% അല്ല ഞാൻ പറയുന്നത്, ഒരു 200 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഞാനാണെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ 200 കോടി എത്തലും നമ്മൾ എന്ത് വേണം? ഇപ്പൊ ഈ വാടക വീട് അന്വേഷിച്ച് നടക്കുന്നവരോട് ഒരു വാക്കുകൂടെ പറയാം, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 5 സെന്റ് സ്ഥലം നോക്ക്, 7 ലക്ഷം വരെ സർക്കാരിന്റെ സൈഡിൽ നിന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ഈ പൈസ അവർക്ക് വേഗം കൊടുത്ത് എത്രയും പെട്ടെന്ന്. കാരണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യലും ഇപ്പൊ സർക്കാർ ലെവലിലാണെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ഉടനെ അതിനെ അപ്രൂവ് ചെയ്ത് കൊടുത്ത് പിറ്റേ ദിവസം തുടങ്ങാലോ. അപ്പൊ 200 കോടിയുടെ ഒരു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ റീബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇതിൽ. അതിൽ നിങ്ങളുടെ അഭിപ്രായവും എനിക്കറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയല്ലേ? ഒരു എവറേജ് അതുപോലെ. പക്ഷെ ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എനിക്കറിയില്ല അതിനെപ്പറ്റി പ്രോപ്പറായിട്ട്, പക്ഷെ അത്രത്തോളം കോടികളുടെയൊക്കെ ഓൾറെഡി കേരള സർക്കാർ നഷ്ടത്തിലാണെന്ന് പോകുന്നതെന്നൊക്കെയാണല്ലോ ഒരു വെപ്പ്. അങ്ങനെയാണ് നമ്മൾക്ക് വാർത്തകളിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ. അത് എനിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ അറിയില്ല. നമ്മൾ വാർത്തകളിൽ കൂടെ അറിയുന്നത് അതാണ്. കാരണം എല്ലായിടത്തും നഷ്ടത്തിലാണ്. KSRTC നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് നഷ്ടത്തിലാണ്, എന്ത് പറഞ്ഞാലും നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിലുള്ള ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു മുൻകരുതൽ എന്നോണം ആരും ചെയ്യുന്നില്ല. എല്ലാം സംഭവിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് അല്ലേ? അപ്പോ അവിടെ എന്താണ് പ്രതിവിധി, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. അതിന് മുമ്പ് എന്താണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ വയനാട് എന്റെ അഭിപ്രായത്തിൽ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ അല്ല, എനിക്ക് തോന്നുന്നു നമുക്കൊരു ശരിക്കും ദൈവം നമുക്കൊരു കാണിച്ചു തന്ന പോലെയാണ് അല്ല. ഒരു ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മണ്ണിടിഞ്ഞപ്പോൾ ഇത്രയും പേരെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പോലത്തെ ഒരു സംഭവം അല്ലെ, ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനുള്ള ഒരു മുൻകരുതൽ വേണമെങ്കിൽ എടുത്തോന്ന് ഏതോ ഒരാൾ നമ്മളോട് പറയാതെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം ഒരു മണ്ണിടിഞ്ഞപ്പോൾ ഇത്രയും പേർക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പോലത്തെ ഒരു സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അതെ അതെ, ഒരു 1895 ഉണ്ടാക്കിയ ഒരു ഡാം ആണ് അത്. 50 കൊല്ലം പോട്ടെ, 60 കൊല്ലം കൂട്ടിക്കോ. ഒരു 50-60 വർഷക്കാലമായിരുന്നു അതിന്റെ ആയുസ്. പക്ഷെ ഇതിപ്പോ 129 വർഷങ്ങൾ. 60 കൊല്ലം കഴിഞ്ഞ് പിന്നെ 60 കഴിഞ്ഞു. എന്നാലും 2015 കൂട്ടിക്കോ. അതെ, ഇപ്പൊ 2024 ആയപ്പോഴും ഏകദേശം 129 വർഷങ്ങൾ കഴിഞ്ഞ് 130ലേക്ക് കടക്കുന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾ നിന്നൊരു ആ ഒരു മുല്ലപ്പെരിയാർ ഡാം, അതിനൊരു ബേബി ഡാമും ഉണ്ട്, ഒരു മെയിൻ ഡാമും ഉണ്ട്. അപ്പം ഈ ഒരു ഡാം പൊട്ടിയാലുള്ള ഒരു ഭീതിയെ പറ്റിയാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഡീകമ്മീഷൻ ചെയ്യണം, 2 സംസ്ഥാനങ്ങളൂടെ ചേർന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് വന്നിട്ട് കൂടി ഒരാക്ഷനും എടുക്കുന്നില്ല. ജനങ്ങളുടെ ജീവനെ വെച്ചിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. ഞാൻ പറയുന്നത് ശരിക്കും 2011 അല്ലേ, മാധവ് ഗാഡ്ഗിൽജി കൃത്യമായിട്ട് അത് പറഞ്ഞതാണ്. അദ്ദേഹം ശരിക്കും അല്ലെ സോൺ തിരിച്ചിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്നല്ല, അതിലൊന്നു തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പല സ്ഥലങ്ങളും ഉണ്ട് റെഡ് സോണിൽ വരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ റെഡ് സോൺ എന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളും ഇപ്പൊ പറയുന്ന ഈ പുത്തുമല, ചൂരമലയൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞ റെഡ് സോണിൽ പറയുന്നതാണ്. ഇത് അപ്പൊ പലരും അന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ ഏതോ ഒരു മാധവ് ഗാഡ്ഗിൽ വന്ന് കേരളത്തിൽ റിപ്പോർട്ട് പോയിട്ടുണ്ട്, ഇനിയിപ്പോ ഇവിടെ കോറി നടക്കൂല, മനസ്സിലായില്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ റിസോർട്ട് ചെയ്യാൻ സമ്മതിക്കൂല, ഇയാള് വികസനത്തിനെതിരാണ്. ഞാൻ പറയുന്നത് ഈ മാധവ് ഗാഡ്ഗിൽജി അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ ഇങ്ങോട്ട് വന്നൊന്നല്ല. ലോകം മുഴുവനുള്ള സ്ഥലങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ അല്ല, ഏറ്റവും ഒരു ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ ലിസ്റ്റ് അവര് തയ്യാറാക്കിയിട്ട്, കേരളം എന്ന് പറഞ്ഞതല്ല, അതിലൊന്നാണ് 5 സ്ഥലങ്ങളാണ് ഈ ലോകത്ത് ഒരു ഭൂകമ്പ ബാധ്യതയിൽ ഏറ്റവും വണ്ണിൽ വരുന്ന 5 സ്ഥലങ്ങൾ. കുറെ സ്ഥലങ്ങളുണ്ട്. ആ 5-ൽ-1 പശ്ചിമഘട്ടം. കേരളം എന്നല്ല അവർ പറഞ്ഞത്. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോവ തൊട്ട് കന്യാകുമാരി വരെയുള്ള ആ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വളരെ അടുത്ത സ്ഥലം എന്നല്ല, എവിടെയും വരാം. ഗോവ തൊട്ട് കന്യാകുമാരി വരെയുള്ളതിൽ നമ്മുടെ കേരളം വന്നു എന്നുള്ളതാണ്. ഇതിലൊന്നാണ് കൊങ്കൺ. മനസ്സിലാക്കണം, അതും കേരളത്തെ മാത്രം ബാധിക്കുന്ന റിപ്പോർട്ടല്ല. ഈ കൊങ്കണിലാണ് ഇപ്പോഴും നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ലോറിയൊക്കെ കുടുങ്ങിയത് എവിടെയാണ്? കൊങ്കണാണ്. അല്ല, അവിടെയാണ്. കർണാടക കുടുങ്ങുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അതിൽ ഒരു സൈഡാണ് നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ അയാള് കേരളത്തെക്കുറിച്ച്, കേരളത്തിന്റെ വികസനം ഇല്ലാതാക്കണം എന്ന് വെച്ച് പറഞ്ഞതല്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി പറയുന്ന കാര്യം, ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ കാര്യം എടുത്താൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഇടുക്കിയിൽ ഇപ്പോൾ 7-8
ഓൾറെഡി ഭൂകമ്പങ്ങൾ വന്നു കഴിഞ്ഞു. ഇതിന്റെ ഒരു 20 കിലോമീറ്റർ ഇട്ട് ദൂരെ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, അല്ല ഭൂമി ഉൽക്കം ഉണ്ടായിട്ടുണ്ട്. 3.4 അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഇനി ഒരൊറ്റ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഈ ഭൂമി ഉൽക്കത്തിലൂടെ തന്നെ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റെഡ് സോൺ ആണ്, അല്ല ഈ ഹോട്ട്സ്പോട്ട് ആണെന്നുള്ള രീതിയിൽ കൃത്യമായി പറഞ്ഞു. പക്ഷെ അന്ന് നമ്മൾ എന്താക്കി, ഇദ്ദേഹത്തെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. അല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അന്ന് എങ്ങനെയാണ് ഇത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ കോറി മാഫിയക്ക് ഇനി പറ്റൂല, അതേപോലെ മൂന്നാറടക്കമുള്ള, മൂന്നാറൊക്കെ ഇതിൽ പെടുന്നതാണ്. കാരണം മൂന്നാറിന് മുമ്പ് ഫുള്ള് പോയിട്ടുണ്ട് മൂന്നാറൊക്കെ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മുല്ലപ്പെരിയാറിലേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തായി, അല്ല അവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, ഡീകമ്മീഷൻ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും ഒന്നും ചെയ്യുന്നല്ല, ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് കുറച്ച് പേരൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വന്നു. കേരളം മുഴുവൻ ഭയങ്കര പ്രശ്നം, മനുഷ്യച്ചങ്ങല തീർത്തും, നല്ല കാര്യം. പക്ഷെ ആ സമയത്തുള്ള തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ നമ്മുടെ ജയലളിത മേഡം ഒരൊറ്റ ഡയലോഗ്, ഇനിയും കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അവർക്ക് തമിഴ്നാട്ടിലുള്ള മുഴുവൻ സ്വത്തുക്കളെ കുറിച്ചും ഞങ്ങൾ വെളിപ്പെടുത്തും. ഇവർ ഇതുവരെ വാങ്ങിച്ച മുഴുവൻ കൈക്കൂലിയെക്കുറിച്ചും ഇൻക്ലൂഡിങ് മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ വരെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവ് സഹിതം ഞങ്ങൾ തരും. ഞങ്ങൾ പണം മാത്രമല്ല സ്വത്ത് അടക്കം കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടതോടുകൂടിയാണ്. അതല്ലെങ്കിൽ ഇത് കാണുന്ന ഏതൊരാൾക്കും ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും മലപോലെ വന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും എലിപോലെ ആയതെന്ന്. അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ മാത്രമാണ്, അവരെ കൂടുതൽ രാഷ്ട്രീയക്കാരനും ഇല്ല. ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ ഡയലോഗിൽ എല്ലാ രാഷ്ട്രീയക്കാരും വലിഞ്ഞു, പിന്നെ ജനങ്ങൾ മാത്രമേ. അല്ല ചിന്തിക്കേണ്ട വിഷയം. ഇനി നാളെ മുല്ലപ്പെരിയാറിനായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാനുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. ഒന്ന്, കേരളം പറയും കേന്ദ്രം മുൻകൂട്ടി പറഞ്ഞില്ല. കേന്ദ്രം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഈ 2 ലക്ഷം ആൾക്കാരുടെ മരണത്തിലേക്ക് എത്തില്ലായിരുന്നു. ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യും. മഴയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞോണ്ട്, ശ്രദ്ധിക്കുന്ന മുല്ലപ്പെരിയാർ പൊട്ടുന്നുള്ള അർത്ഥമുണ്ടോ? കേന്ദ്രം പറയും ഞങ്ങൾ ഇവരോട് നേരത്തെ പറഞ്ഞതാ, കറക്റ്റ് വാണിംഗ് കൊടുത്തു. മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ കാര്യങ്ങൾ പറഞ്ഞു, ഇവർ ചെയ്തില്ല. ഉടനെ തമിഴ്നാട് പറയും, തമിഴ്നാട് ഡിഫൻസ് ആയി എന്തൊക്കെ സംഭവിച്ചാൽ. ഉടനെ തമിഴ്നാട് പറയും ഡീകമ്മീഷൻ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം വേണമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്തായാലും 2 ലക്ഷം ആൾ മരിച്ചു, കുഴപ്പമില്ല, ഞങ്ങൾ ഒരു 5 കോടി രൂപ കേരളത്തിന് കൊടുക്കുന്നു, കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആളുകൾ സേഫായി. ചാനലുകാർ മുല്ലപ്പെരിയാർ പൊട്ടിയില്ലേ, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയാണ് ലൈവ് സ്കോറാണല്ലോ. ഇപ്പൊ 99,000 ആൾ മരിച്ചിരിക്കുന്നു, വെറും 1,000, അതാ ഈ പറയുന്നതിനിടയിൽ തന്നെ 500 ആൾ കൂടെ മരിച്ചു. അതാ 1 ലക്ഷം എത്തി. ഞങ്ങളെ ചാനലിൽ മാത്രമാണ് ഈ ഒരു അവസാനത്തെ മൃതദേഹം കിട്ടിയെന്നുള്ള ന്യൂസ് വന്നുള്ളൂ. മറ്റവരുടെ ചാനലൊന്നും പോരാ, ഞങ്ങൾ നടറ്റ് മികച്ചതെന്നറിയും. ഇപ്പം പറയും ഇത് കേൾക്കുന്ന മറ്റേ ചാനലിനെ ദേഷ്യം പിടിക്കാം, അത്രയ്ക്കായിവിടെ. ഇതാ 1,05,000 എന്നും പറഞ്ഞിട്ട് കുറച്ച് കമന്ററി പറയും, അത് കേട്ട് നിങ്ങളിരിക്കും. കുറച്ച് ദിവസം ഈ ഒരു ചർച്ച ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും എല്ലാവരും രാത്രി ചർച്ച, മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യാം. കാരണം ഈ മഴ പെയ്യുമ്പോഴും എവിടെയെങ്കിലും ഉരുൾപൊട്ടുമ്പോൾ മാത്രം കേരളത്തിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ റിപ്പോർട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്കൂൾ ബസ്സിന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാലാണ് സ്കൂൾ ബസ്സിന്റെ ടെസ്റ്റ് മര്യാദയ്ക്ക് നടത്തിയില്ലേ. എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് അല്ലെ, ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കുറേ പേർക്ക് ഭക്ഷ്യവിഷബാധ വരുമ്പോഴാണ് ഹോട്ടലിലെല്ലാം പോയിട്ട് ഹെൽത്ത് ഇതെന്താണ് ഹോട്ടലിൽ പഴയ ഭക്ഷണം പിടിക്കുന്നു, പഴയ മീന് പിടിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യണം, അതിപ്പോ ചെയ്തു പോകണം. അല്ലാതെ എന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താണ് ഇതിന്റെ കാര്യം. ഇപ്പൊ ഈ വാർണിംഗിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു ഇഷ്യൂ, അത് നമ്മുടെ വയനാടിന്റെ ഇഷ്യൂ, അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞത് ഓൾറെഡി കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ നമ്മളിവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിലെന്താണ് സത്യം എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ അവിടെ നേരെ പോയ മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയാം കേട്ടോ. എനിക്ക് 100% എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. തുടർച്ചയായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അതിന്റെ ഇനിയെങ്കിലും ഇത് കാണുന്നവന് തന്നെ, ഇനിയിപ്പോ കേരളവും കേന്ദ്രവും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കില്ല. ഏതെങ്കിലും ഒരു തന്നെ ഒരു ബോധം വേണമല്ലോ, ആർക്കെങ്കിലും ഒരു ബോധം വേണം. മറ്റുള്ളവർക്ക് ബോധം ഇല്ല എന്നല്ല, ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ പറയാണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്നറിയാൻ പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിലേക്ക് പോകണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പല സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ്, അതേപോലെ ഇടുക്കി അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഹോട്ട്സ്പോട്ടിൽ ഒരു ഭൂമി ഉരുക്കം ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 620 mm മഴ പെയ്താൽ മതി. ഏത് സ്ഥലത്തും ഭൂമി ഉരുക്കം ഉണ്ടാവും.
ഒരു ദിവസം, ഒരു നിശ്ചിത സമയത്ത്. ഓക്കെ, അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ടായ ദിവസം ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരെ പോയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പം ഇനി പഠിക്കാം. അപ്പം 200 അത് കഴിഞ്ഞു, 340 രാവിലെ ഇത് മുതൽ വൈകുന്നേരം 6 മണി വരെ 340 അവരറിയിച്ചു. മഴ രാത്രി കൂടി ശക്തമായി കഴിഞ്ഞാൽ 620 ആ സംതിങ് 600+ വിട്ട് കഴിഞ്ഞാൽ ഭൂമി കൊടുക്കുക എവിടെയും ഉണ്ടാവും, എവിടെയും, ഇന്ന സ്ഥലം ഒന്നുമില്ല. അപ്പൊ റെഡ് ഹോട്ട്സ്പോട്ടിൽ ഷുവറാണ്. മഴ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ എന്നെ എന്ത് ചെയ്തു, അവിടുത്തെ മെമ്പറും ഇവരൊക്കെ ചെന്നിട്ട് ഇവരോട് പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. കേന്ദ്രം പറഞ്ഞിട്ടാണോ മെമ്പർ സ്വന്തം ബുദ്ധിയിൽ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഇവരോട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം മരിച്ചു എന്ന് പറയുന്ന പല വീടുകളിലും അവരറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുമായിരുന്നു, ഇനിയിപ്പോൾ രാത്രിയിൽ ഇങ്ങനെ മഴ ഉണ്ടാവുമോ, പലരും പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കുറേ പേര് ആ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടല്ലേ കുറേ പേര് പോയത്. നിങ്ങളൊന്ന് ആലോചിച്ചു, പലരും പറയുന്നില്ലേ, പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഭാര്യയെ വിളിച്ചപ്പോൾ ഭാര്യ വന്നില്ല, ഞാൻ കിട്ടിയ കൊച്ചുമകനായിട്ട് പോയി എന്നൊക്കെ ഒരാളുകൾ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെ അവരറിഞ്ഞു? അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരറിയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പല ആളുകളും സംഭവം അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷെ അത് കേന്ദ്രം പറഞ്ഞാണോ കേരളം പറഞ്ഞാണോ സ്വന്തം ബുദ്ധിയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവരറിഞ്ഞിട്ടുണ്ട്. ഇനി സംഭവിച്ചെന്താണ്, കുറേ പേര് അങ്ങനെ പോയത് തന്നെയാണ്. ഞാൻ നേരെ പോയി ചോദിച്ചുകൊണ്ട് രക്ഷപ്പെട്ട പല ആളുകളും അങ്ങനെ പോയത് തന്നെയാണ്. അവർ സ്വന്തം ബുദ്ധി പോയതൊന്നല്ല, ഇൻഫർമേഷൻ കിട്ടിപ്പോയതാണ്. ഈ 340 വൈകുന്നേരം 6 മണിയാണ്. രാത്രി സ്ട്രോങ് ആയിട്ടൊക്കെ പോയതു. ദാറ്റ് ഈസ് ഈ 10 മണി ഇതിലേക്കൊക്കെ എത്തുമ്പോഴേക്കും 560 എത്തിയപ്പോഴാണ് അവിടെ ഉരുൾ പൊട്ടിയത്. 560+ എത്തിയപ്പോഴേക്ക് അവിടെ ഉരുൾ പൊട്ടി. അപ്പം ഞാൻ ഈ പരിപാടി കാണുന്നവരോടും പറയുന്നത്, ഒരു ദിവസം ഇപ്പം ഈ 600 ഇത് ഒരാഴ്ച, ഒരു 10 ദിവസം കൊണ്ടാണ് ഇങ്ങനെ 100 mm മഴ പെയ്തെങ്കിൽ അവിടെ ഉരുൾ പൊട്ടില്ല. നോട്ട് ദ പോയിന്റ്. കണ്ടിന്യൂസ്ലി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾ പൊട്ടും. ഇതാണ് സംഭവം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഹോട്ട്സ്പോട്ട് ഗാഡ്ഗിൽ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് നോക്കിയാൽ മതി. അല്ലെ, അതിന് നമ്മൾ നേരത്തെ ഈ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ വരുത്തുന്ന അബദ്ധം. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പറയുന്നത് എന്താണ്, ഇതിപ്പോൾ നല്ല പ്ലെയിനായ ഒരു സ്ഥലത്ത് 600 വന്നു എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ട് വരാനില്ല. ഈ ഹോട്ട്സ്പോട്ടിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഗാഡ്ഗിൽ എന്തിനടിസ്ഥാനത്തിൽ ഇതിനെ ഹോട്ട്സ്പോട്ട് ആക്കിയത്? അയാൾക്ക് ഇങ്ങനെ കണ്ടപ്പാ ഇതാണല്ലേ, ഇത് പോരാ ഇങ്ങനെ പറഞ്ഞല്ല. ആ പ്രകൃതിയുടെ, അതായത് ഒരു പ്രകൃതിയുടെ ചെരിവ് 22 ഡിഗ്രി, മനസ്സിലായില്ലേ? 22 ഡിഗ്രിയിൽ കൂടുതൽ വരുന്ന ഇപ്പോൾ ഒരു കുന്നിങ്ങനെ കട്ടകിള കുന്നാൻ വിചാരിച്ചോ. അപ്പോൾ ഡിഗ്രി എന്താ വന്നു, 35, 40, 50 വരെ. 22 ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ അത് റിസ്ക് ഏരിയയാണ്, മനസ്സിലാക്കണം. പിന്നെ അവരവിടുത്തെ മണ്ണ് നോക്കും. മണ്ണ് ഇപ്പം അവിടെയൊക്കെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം ശ്രദ്ധിച്ചപ്പോൾ നോക്കിയ മനസ്സിലാൽ ചീടി പോലത്തെ, നമ്മുടെ ചീടി മണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ തീരെ ഇതില്ലാത്തൊരു മണ്ണാണ്. ശരി. പിന്നെ അവിടുത്തെ ഈ ഒരു പാറ, ഭൂരിഭാഗം അടിയിൽ പാറയായിരിക്കും. ഈ പാറേൻ്റെ മുകളിലാണ് മണ്ണ്, അല്ല വിചാരിച്ചോ. അപ്പം ഇതിന് മുൻകാലങ്ങളിൽ 1980 വരെ, ഇനി ആ ഏരിയയിലുള്ള ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാന്ന് വിചാരിക്കുന്നു, അവിടെ ഈ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. അവിടെ ചില ആളുകൾ ഏക്കർ കണക്കിന് സ്ഥലം എടുക്കുകയും ഈ വലിയ വലിയ മരങ്ങൾ മുഴുവൻ കട്ട് ചെയ്തു. എന്നിട്ട് അവിടെ കാപ്പി തോട്ടമൊക്കെ ഉണ്ടാക്കി. അവരെ പൈസയ്ക്ക് അവർ വാങ്ങിച്ച സാധനം, അവരെ പൈസയ്ക്കോ സർക്കാരിൻ്റെന്നോ 100 കൊല്ലത്തിനെടുത്തതോ എന്തോ ആവട്ടെ. ഞാൻ പറഞ്ഞ അവിടെ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്രാവശ്യം ഒന്നുകൂടെ പഠിച്ചതാണ്. ഇവർ ഈ മൊത്തം മരം കട്ട് ചെയ്തിട്ട് അവിടെ കാപ്പീൻ്റെ കൃഷി വെച്ചു. അപ്പം നിങ്ങൾക്ക് എന്തായാലും അവിടെ കൃഷിയല്ല വരുന്നത്, പ്രശ്നമുണ്ട്. ഇതാണ് മലയെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് മണ്ണ്. ഇവരിവിടെ നിന്നെല്ലാം മാറ്റി ഇവിടെ വെച്ചു. അപ്പം ഇവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഈ എഡ്ജ് താഴെ കിടക്കുന്നുണ്ട്. 1980 മരം മുഴുവൻ മുറിച്ചു. അത് വെരി സ്ലോലി, വലിയ മരങ്ങളൊക്കെയാണ് മുറിച്ചിരിക്കുന്നത്. അതിൻ്റെ വേരുകളും മറ്റതൊക്കെ സ്ലോലി ദ്രവിക്കാൻ തുടങ്ങി. ദ്രവിച്ച് വന്നപ്പോൾ എന്തായി, അവിടേക്ക് വെള്ളം, ഇനിയാണ് ഈ 600, അദ്ദേഹം പറയുന്ന 600 mm വരുന്നത്. ഇതിലേക്ക് വെള്ളം വരുമ്പോൾ ഇത് ഒറ്റയടിക്ക് ഇതുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടു. ഈ പാറയും മണ്ണും തമ്മിൽ നിർത്തിയിരുന്നത് ഈ മരങ്ങളായിരുന്നു. ഈ മരങ്ങൾ മുഴുവൻ കട്ട് ചെയ്ത് നിങ്ങൾ അവിടെ റിസോർട്ട് ഉണ്ടാക്കുകയും ഇത് മരം മുഴുവൻ കട്ട് ചെയ്ത് നിങ്ങൾ അവിടെ വീടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളത്തിന് ഇത് പോകാനില്ല. ഇതെല്ലാം കൂടെ വന്ന്, അതായത് മരത്തിൻ്റെ എഡ്ജ് ദ്രവിച്ചതാണ് ഇവിടെ ഉണ്ടായ പ്രശ്നം എന്നാണ് ഞാൻ പറയുന്നത്.
ഇതിനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2018 എയർ പമ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എയർ പമ്പിംഗ് കാരണമാണ് പുത്തുമലയിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അന്ന് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആളുകൾ സോയിൽ പമ്പിങ്, എയർ പമ്പിംഗ് അല്ല, സോയിൽ പമ്പിംഗ് ആണ് ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു പുത്തുമല. പഴയ ഒരു കുറച്ച് ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആളുകൾ എന്താണ് ഈ സോയിൽ പമ്പിംഗ്? സോയിൽ പമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തെങ്ങാണ് വെട്ടുന്നതെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഇതുവരെ എടുത്തിട്ട് അവിടെ മണ്ണിട്ട് നിറയ്ക്കണം. ഇത് ചെയ്യാതെ നിങ്ങൾ മുകളിൽ മാത്രം കട്ട് ചെയ്ത് പോയി, നിങ്ങളൊരു പ്ലാവാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ചുമ്മാ പ്ലാവ് അങ്ങ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ഭാഗം ഇപ്പം ഇന്ന് കട്ട് ചെയ്ത നാളെ ദ്രവിക്കൂല. ഇറ്റ് വിൽ ടേക്ക് ടൈം, വർഷങ്ങളുള്ള. ഇപ്പം 1980 കട്ട് ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ പണി തന്നത്. കാരണം അത് മൊത്തം ദ്രവിച്ചു. പക്ഷേ നിങ്ങൾ പുറമേ നോക്കുമ്പോൾ റെഡിയാണ്. അപ്പോൾ ഓവർഫ്ലോ വന്നപ്പോൾ എന്തായി? ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചു കയറി ഇട്ടും നടങ്ങും. ഇതാണ് സംഭവം. ഇനി വിലങ്ങാട് ഇപ്പം ഞാൻ പോയ സ്ഥലങ്ങളിൽ 2-3 പാലം തകർന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഇതൊക്കെ ജനങ്ങളോട് കൂടെ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ജനറൽ നോളജ് നല്ല പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടാ ഇത് 3 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പാലട്ടോ തകർന്ന്? 3 മാസം മുമ്പ് പുതിയ അടിപൊളി പാലം. അപ്പം എന്നോട് പറഞ്ഞു, ഇപ്പോൾ പാലം ഞാൻ നേരെ പോയി കാണുകയും ചെയ്തു. പാലം ഇങ്ങനെ മുമ്പ് പഴയ പാലം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു? നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പുതിയൊരു പാലം വന്നു. നല്ല കാര്യം. പക്ഷെ ഈ ചെരിഞ്ഞ പാലത്തിൻ്റെ എഡ്ജ് അവിടെയുണ്ട്. ഈ എഡ്ജ് ഒന്നും ചെയ്തില്ല, പുതിയ പാലം വെച്ചു. അപ്പോൾ ഇതിൽ എന്ത് സംഭവിച്ചു? ഇപ്പം അതിലൂടെ വണ്ടിയൊന്നുമില്ല, വണ്ടി വരാനും പറ്റില്ല. പക്ഷെ ഈ ചെരിഞ്ഞ പാലത്തിൻ്റെ എഡ്ജ് വന്നപ്പോൾ വെള്ളം ഇങ്ങനെ കുത്തി വരുമ്പോൾ എന്തായി? ഈ ചെറിയ പണ്ടത്തെ പാലത്തിലേക്ക് ടച്ച്. അപ്പം അതിന് പോകാൻ പറ്റുന്നില്ല. പിന്നെ ചെറിയ ഭാഗമേ ഉള്ളൂ. ഈ വലിയ പുഴയിൽ സാധാരണ ഇതിൽ ഫുൾ ഫ്ലോയിൽ വരേണ്ട വെള്ളത്തിന് പകരം പഴയ പാലം ചെറിയൊരു സ്പൂൺ ഈ ഇതിൽ കൂടെ അങ്ങനെ പോയി. അപ്പം ഹെവി ആയിട്ട് റെയിൻ വന്നപ്പോൾ എന്താ? ഈ ചെറിയ ഇതിലൂടെ വന്നിട്ട് ഈ പുതിയ പാലത്തിന് ഇടിക്കാൻ തുടങ്ങി. പുതിയ പാലം പൊട്ടിപ്പോയി. ഞാൻ ചോദിക്കുന്നു, ആ പഴയ പാലം ഒന്ന് ഡിമോളിഷ് ചെയ്ത് കളയാന്നുള്ളൊരു സാമാന്യ ബോധം ആർക്കെങ്കിലും, അത് ഉണ്ടാക്കിയ എഞ്ചിനീയർക്കോ ഏതെങ്കിലും ഒരുത്തനെ തോന്നണ്ടേ? കാരണം ആ വെള്ളത്തിന് മര്യാദയ്ക്ക് പോകാൻ അനുവദിക്കണ്ടേ? പക്ഷെ ഇത് മാത്രമല്ലല്ലോ ചേട്ടാ. കാരണം നമ്മളിപ്പോ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരിത് ഒരാക്ഷനും എടുത്തിട്ടില്ല അല്ലെ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്, ഒരാക്ഷനും എടുത്തിട്ടില്ല വരെ. അപ്പോ ഈ ഒരു റിപ്പോർട്ടിന് ആക്ഷൻ എടുക്കാതിരിക്കുന്നതിന് കാരണം ചില ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയല്ലേ? കാരണം അവിടെ ക്വാറി ഉണ്ട്, മൈനിങ് ഉണ്ട്, അതേപോലെ റിസോർട്ടുകൾ വരുന്നു. കാരണം ഈ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം അതേപോലുള്ള സ്ഥലങ്ങളാണ് പശ്ചിമഘട്ട മേഖലകൾ എന്ന് പറഞ്ഞ ആ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉള്ളത്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരിക്കലും കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു പോയിന്റ് മാത്രമല്ല, 1 ഓഫ് ദ പോയിന്റ് മാത്രമാണ്. പക്ഷെ അത് മുൻനിർത്തിയാണ് ഈ മറ്റേ വലിയ ബിസിനസ് ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ സംസാരിക്കുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കർഷകരെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇതിന് ആക്ഷൻ എടുക്കാത്തത് ഇവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നതല്ലേ? മേഡം, അവിടെ ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാം. കൃഷി ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ജൈവ കൃഷിയെ ചെയ്യാവൂന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും കൃഷിയും ജൈവ കൃഷിയും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് നമ്മളിപ്പോ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി ചെയ്യരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ പ്രദേശത്ത് കൃഷി ചെയ്യാൻ പാടില്ല, കാരണം അല്ല അത് ഒന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ രാസവളം ഉപയോഗിക്കുന്നത് വരുമ്പോൾ വെച്ചാൽ മണ്ണിന് വെള്ളത്തിന്റെ ഇത് വരും, അത് അബ്സോർവ് ചെയ്യാൻ പറ്റൂല. നമ്മൾ അധികം, അതായത് സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുള്ള വളങ്ങളെ പറ്റൂ, അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന വളം ഇടരുത്. കാരണം അവിടുത്തെ മണ്ണിന് ആ ലെവലില്ല, വെള്ളം കുടിക്കുവാനുള്ള ലെവൽ അതിന് അത്രയില്ല എന്നാണ് ഉദ്ദേശം. പക്ഷേ ഈ ജൈവ കൃഷിയെ കർഷകർ എതിർത്തു. എന്തുകൊണ്ട് എതിർത്തു? കാരണം ജൈവ കൃഷി വരുമ്പോൾ നമുക്ക് ഇപ്പം ഇത്രയും വിളവ് കിട്ടില്ല, അപ്പോൾ അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഇത് കിട്ടില്ല എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഈ ഒരു പോയിന്റിനെ നിങ്ങൾ പറഞ്ഞോണം ഇതിനെ ഊതി വീർപ്പിച്ചാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ പരിഹരിക്കണമെന്നും അവർക്ക് വേണ്ടത് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാതെ എടാ അങ്ങേര് പറഞ്ഞിട്ടുണ്ട് കൃഷിയെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇതെന്തോ ഇയാളെന്തോ വലിയൊരു ഭീകരമായ ഒരു ഇതാണ്. പിന്നീട് കർഷകർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നേരെ പോകുമ്പോൾ മനസ്സിലാക്കിയതാണ്. ഞാൻ മുല്ലപ്പെരിയാർ കുറെ വർഷം മുമ്പ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോഴും അവിടെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എന്തുകൊണ്ട് ഗാഡ്ഗിലിനെ എതിർത്തു വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയക്കാരെന്തുകൊണ്ട് എതിർത്തു? അവരെ കുടിയേറ്റത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും മൂന്നാറടക്കം കുടിയൊഴിപ്പിക്കുന്നുള്ള പ്രശ്നം. 2 പുതിയ റിസോർട്ട് പറ്റൂല, അത് പല കോടീശ്വരന്മാർക്ക് പ്രശ്നം. കോറികൾ മുന്നോട്ട് പോകില്ല, പുതിയ കോറിക്ക് ലൈസൻസ് കൊടുക്കരുത്. അപ്പോൾ പഴയ കോറിക്കാർ പറഞ്ഞു, എടാ ഇതിപ്പോൾ നാളെ നമുക്ക് പണിയാവും. പക്ഷെ ഇത് നമ്മൾക്ക് നേരെ ചെന്നിട്ട് ഒരു കോടീശ്വരന്മാർക്ക്
ഒരു ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിൽ കർഷകരെ ഇളക്കി വിടണം. അങ്ങനെയാണ് ബുദ്ധിപൂർവ്വം ഈ കർഷകരോട് ഇതിനെ ചെയ്യാൻ സമ്മതിക്കൂല. കൂടെ എന്നോട് കർഷകർ പറഞ്ഞത്, ഇനി കൃഷി മാത്രമല്ല, നിങ്ങൾക്ക് വീട് വിൽക്കാൻ പറ്റൂല, ബാങ്കിൽ നിന്ന് ലോണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. സാറ് ആലോചിച്ച് നോക്കും, ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകണ്ടേ? ഈ ഒരു ഗാഡ്ഗിൽ കാരണം ഞങ്ങളെ ജീവിതം പോകുന്നു എന്നാണ് നേരെ ആ ഏരിയയിലെ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ ഇവരെ വളരെ ബുദ്ധിപൂർവ്വം മാറ്റുകയായിരുന്നു. മാത്രമല്ല, ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി കർഷകരോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ജൈവ കൃഷിയൊന്നുമല്ല, നിങ്ങൾ നിലവിലുള്ള കൃഷി ചെയ്തോ, കർഷകരുടെ പ്രശ്നം തീർന്നില്ലേ അല്ല? എന്നിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും ചുരുങ്ങിയ പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ആ മേഖലയെങ്കിലും നമുക്കൊന്ന് സേഫ് ആക്കി വെച്ചൂടെ? ഞാൻ പറയുന്നത് ഇത്തരം ഏരിയയിൽ, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ കെട്ടിടങ്ങൾക്ക് കൊടുക്കരുതെന്നാണ് പറഞ്ഞത് ഹോട്ട്സ്പോട്ടിൽ. പക്ഷേ ഈ കർഷകരെ പറഞ്ഞു പറ്റിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മേലിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈശ്വര ആകെ ഒരു 10 സെന്റേ ഉള്ളൂ, ഞാനൊരു വീടുണ്ടാക്കാൻ പോകുമ്പോൾ ഈ ഗാഡ്ഗിൽ കാരണം തന്നെ ഗാഡ്ഗിൽ പറഞ്ഞതിനൊക്കെ അങ്ങ് മാറ്റി. ഇവർക്ക് ഉദ്ദേശിക്കുന്ന കോറിയും റിസോർട്ടും ആയിരുന്നു. പക്ഷെ കർഷകരെ ഇളക്കി വിട്ടപ്പോൾ തെറ്റിദ്ധരിച്ചാണ്. നിങ്ങൾ ആ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമയം കിട്ടി ആ റിപ്പോർട്ടൊന്ന് വായിക്കൂ വെറുതെ, എന്നിട്ട് എതിർത്തോ. പഠിച്ചിട്ട് എതിർക്കുന്നല്ലേ നല്ല. 20,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതല്ലേ? ആലോചിച്ച് നോക്ക്. പുതിയ ഹിൽ സ്റ്റേഷൻസ് പാടൂല എന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള റിസോർട്ടിന് കുഴപ്പമില്ല, പുതിയത് വേണ്ടാന്നേ പറഞ്ഞോളൂ. അപ്പൊ ഇതിനെയെല്ലാം ബുദ്ധിപൂർവ്വം മാറ്റി. 20,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വലുതാണ്. പിന്നെ അതിൽ ഏറ്റവും അവരെ വേദനിപ്പിച്ച ഘടകം, യഥാർത്ഥത്തിൽ കോടീശ്വരന്മാരെ വേദനിപ്പിച്ച ഘടകം, സർക്കാരിന്റെ സ്ഥലം ഇനി മേലിൽ ആർക്കും പതിച്ചു കൊടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ, ഇപ്പം ഞാനൊരു മന്ത്രിയാണെന്ന് സങ്കല്പിച്ചോ, ഞാനൊരു മഹാകള്ളനാന്ന് വിചാരിച്ചു, നിങ്ങളൊരു കോടീശ്വരനായ വ്യക്തിയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നല്ല തിരുവനന്തപുരം ടൗണിലോ എറണാകുളം ടൗണിലോ ഒക്കെ ഉള്ള നല്ല സ്ഥലം നിങ്ങൾക്ക് 100 കൊല്ലത്തേക്ക് ചെറിയൊരു പൈസയും വാങ്ങിച്ച് 1,000 രൂപയും വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നു. അത് നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങൾ എനിക്ക് തരേണ്ടൊക്കെ തോന്നും. ഞാൻ പറയണം, അവരൊരു നല്ല കാര്യത്തിനാണ്, നമുക്ക് സർക്കാർ പതിച്ചു കൊടുത്തു, മനസ്സിലായോ? നിങ്ങളവിടെ റിസോർട്ടോ വാട്ടവർ, അതൊക്കെ നിങ്ങളെ ബുദ്ധി. ഇതേപോലെ ഇദ്ദേഹം പറയുന്ന ഹോട്ട്സ്പോട്ടിൽ പിന്നീട് സർക്കാർ സ്ഥലങ്ങൾ കോടീശ്വരന്മാർക്ക് വധിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതാണ് അവരെ വേദനിപ്പിച്ച ഘടകം. പക്ഷെ ഇതിനെ എങ്ങനെയാണ് മാറ്റിയെന്നറിയോ? ഈ ആളുകളോട് പറഞ്ഞു, നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയേ പറ്റും. എടാ, ലൈഫിൽ ഇതിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ഥലം തരുന്നു, ഇനി മുതൽ ഈ ഏരിയയിലുള്ള ആൾക്ക് വീട് സ്ഥലം ഇല്ലാത്തവനെ ഞങ്ങൾ മര്യാദയ്ക്ക് സ്ഥലം കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഇയാൾ പറയുന്നുണ്ട് സ്ഥലം ആർക്കും കൊടുക്കരുതെന്ന്. ഞാൻ ചോദിക്കും, നിങ്ങളൊരു പഞ്ചായത്താണ്, സ്ഥലം ഇല്ലാത്തവന് കൊടുക്കും. നിങ്ങൾക്ക് ഈ ഹോട്ട്സ്പോട്ടിൽ തന്നെ ഒരുത്തന്നെ സ്ഥലം കൊടുക്കണം, നിങ്ങൾ എന്തിനാ വാശി പിടിക്കും? നിങ്ങൾക്ക് വേറെ എവിടെ ഒരു 1 ഏക്കർ സ്ഥലം എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ വേണ്ടി ഇത് കൊടുത്തൂടെ? സീരിയസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ സ്ഥലം വാങ്ങുന്നു കൊടുക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർക്കാർ സ്ഥലം മറ്റുള്ളവനെ കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഈ സാധാരണക്കാരെ പറ്റിക്കുന്നത്, അവരോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്, നിനക്കൊന്നും ഇനി ആയുസിൽ സ്ഥലം കിട്ടൂല കേട്ടോ. ഇതെല്ലാം കൂടെ കേട്ടിട്ടാണ് ജനങ്ങൾ ഒരേ മനസ്സോടെ ഗാഡ്ഗിലിനെ എതിർത്തത്. ഇത് ഞാൻ നേരെ പോയപ്പോൾ മനസ്സിലായത്. അവിടെയൊക്കെ ഞാൻ എന്നോട് പറയുന്നുണ്ട്, ചേട്ടാ ഒരു വീട് വെക്കാൻ പോലും ആ ഗാഡ്ഗിൽ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഗാഡ്ഗിലിന്റെ വായിച്ചോ, 20,000 സ്ക്വയർ ഫീറ്റുള്ള വീടാണോ നീ ഉണ്ടാക്കാൻ പോകുന്നത് ചോദിക്കുമ്പോൾ, അല്ല അങ്ങനെ പറയുന്നുണ്ടോ? നോക്കണേ ഇതെങ്ങനെ മാറ്റുന്നു എന്നുള്ളത്. അപ്പൊ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ലൈഫിൽ വീട് കിട്ടില്ല, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് സ്ഥലം കിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് സ്ഥലം കൊടുക്കരുത്? ഇത് എഴുതി വെച്ചിട്ടില്ല. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഇനി ഓക്കെ, കർഷകരെ പ്രശ്നം അല്ലെങ്കിൽ കോറിയുടെ അവരെ വേദനിപ്പിക്കേണ്ട, റിസോർട്ടുകാരെ വേദനിപ്പിക്കേണ്ട, നമ്മളെ തന്നെ അടിച്ചു മാറ്റിയ സ്ഥലത്ത് മൂന്നാറിൽ കുടിയൊഴിയേണ്ടി വരുമെന്നുള്ള വിഷമം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഭൂമി ഉൽക്കത്തിന് അല്ലെങ്കിൽ പ്രളയം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സംവിധാനമെങ്കിൽ ഇനിയെങ്കിലും സർക്കാർ ചെയ്യണമെന്ന് ഞാൻ പറയും. ആ സ്ഥലം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നൊരു തെറ്റില്ലല്ലോ. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു, 600 mm വന്ന ഭൂമി ഉൽക്കം ഉണ്ടാവും. അത് എവിടെയാണ് ഉണ്ടാവുന്നത്? ഹോട്ട്സ്പോട്ടിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഈ ഹോട്ട്സ്പോട്ട്, ഇദ്ദേഹം പറഞ്ഞ ഹോട്ട്സ്പോട്ടിന് ഇയാളെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഇയാളുടെ ഹോട്ട്സ്പോട്ട് എങ്ങനെ അംഗീകരിക്കും? എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, ഈ ചൂരൽമല അടക്കമുള്ള സ്ഥലങ്ങളിൽ സർക്കാരും ഈ വെള്ളത്തിന്റെ കണക്ക് ഏതോ കാലത്ത് എടുക്കുന്നുണ്ട്. നിങ്ങളെന്താ പറയുന്നത്, കേരളത്തിൽ എവിടെയൊക്കെ മഴ പെയ്യുന്നുള്ളതിന്റെ കറക്റ്റ് കണക്കെടുക്കുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ എടുക്കുന്നുണ്ട്. അവർ പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് കണ്ടിരുന്നു. അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ 340 ഒക്കെ വിട്ടപ്പോൾ എല്ലാവർക്കും പണിയാണ് കേട്ടോ. കാരണം അത് രാത്രി ആദ്യത്തെ 12 മണിക്കൂർ 340, അടുത്ത 12 മണിക്കൂർ അങ്ങനെ മഴ പെയ്താൽ 600 എത്തിയില്ലേ? 600 വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് വരും. പക്ഷെ ഇതുപോലുള്ള സ്ഥലം ഹോട്ട്സ്പോട്ട് ആണെന്ന് സർക്കാർ പറയുന്നില്ല. അവിടെയാണ് ഈ ഗാഡ്ഗിലിന്റെ, അതാ ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വേറെ ഒന്നും നിങ്ങൾ എടുക്കണ്ട, ഇതെങ്കിലും എടുത്തിരുന്നെങ്കിൽ ആ ഹോട്ട്സ്പോട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഇനിയെങ്കിലും ഞാൻ പറയുന്നു, സർക്കാർ ഒന്ന് പ്രിപ്പയർ ആയാൽ, അല്ല ഒരു രക്ഷ
ഏത് സമയത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ജനങ്ങൾക്കും സർക്കാരിനും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നോക്കിക്കണ്ട, കണ്ടിന്യൂസ്ലി മഴ പെയ്യുകയാണെങ്കിൽ എവിടേക്കും പൊക്കിയോ ജീവനെങ്കിലും കിട്ടും. ചേട്ടാ, ഇപ്പോ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും വലിയ വലിയ ആൾക്കാരുടെ കുടുംബങ്ങള് ബുദ്ധിമുട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ റിസോർട്ട് ഉള്ളവരോ ഹോട്ടൽസ് ഉള്ളവരോ അല്ലെങ്കിൽ അവിടെ തന്നെ ബിസിനസ് നടത്തുന്നവരുടെ ഒന്നും വീടുകളിൽ ഒരു പ്രശ്നമില്ല. പാവപ്പെട്ട ജനങ്ങളായിരിക്കും ഇതെല്ലാം ബുദ്ധിമുട്ടുന്നത്. അപ്പം ചേട്ടൻ ആ വയനാടിലെ ദുരന്തം നേരിട്ട് പോയൊരു കണ്ട ഒരാളെന്ന നിലയിൽ എത്രത്തോളം തീവ്രമായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ? ഞാൻ പറയുന്നത്, അവിടെ നമ്മളിപ്പോൾ അവിടെ ഒരു സ്കൂളിൻ്റെ, എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ഏരിയയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്കായി കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ വയനാടിൻ്റെ പല സ്ഥലങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയ സ്ഥലമാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഒക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. പോട്ടെ. അപ്പോൾ ഒരു സ്കൂളുണ്ട് അവിടെ നിന്ന് പറയാം. ആ സ്കൂൾ നമ്മളിതിൽ കാണുമ്പോൾ അയ്യോ ഒരു സ്കൂളിന് ഇങ്ങനെ പറ്റിയില്ല എന്ന്, പക്ഷേ അത് നേരെ കാണുമ്പോൾ നമുക്ക് ശരിക്കും വല്ലാതെ ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഒരു ഊട്ടിയിലോ കൊടൈക്കനാലിലോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, അതേപോലെ ഉണ്ട് അറ്റ്മോസ്ഫിയർ. ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒരു 360 ഡിഗ്രിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കേട്ടോ. അതാണ് എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തത്. പക്ഷേ അവിടെ എല്ലാ സംവിധാനങ്ങളൊക്കെ ഭൂമിൻ്റെ അടിയാണ്. ഈ തലേ ദിവസം ആരോ വന്ന് പറഞ്ഞു പോയ കുറച്ച് മനുഷ്യന്മാരാണ്, അല്ല ഏട്ടനെ കിട്ടിയില്ല അനിയനെ കിട്ടിയില്ല ഇങ്ങനെ നമുക്കൊരു വിഷമം തോന്നും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ എല്ലാവരും വിളിച്ചിരുന്നു, കാരണം നമ്മൾ അന്ന് തന്നെ ഓടിപ്പോകുന്നൊരു കാര്യമില്ലല്ലോ. അവരവിടെ നമ്മളവിടെ തിരിഞ്ഞടിക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ അത്യാവശ്യം ഒരു ഇതായതിനു ശേഷം കേട്ടോ, കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പോയി. അപ്പൊ ഭൂരിഭാഗം പേരെയും കിട്ടി, ചില ആളുകളെ കിട്ടിയില്ല. പക്ഷെ ഈ കിട്ടിയ ആളുകൾ മുഴുവൻ പറഞ്ഞത് അവരുടെ കുടുംബക്കാരോ കൂട്ടുകാരോ എങ്കിലും അടി പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. ശരിക്കും ആ സ്കൂളുമായി ബന്ധപ്പെട്ട ആ സ്കൂളിന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് വരുന്നൊരു ഭയങ്കരാണ്, ഒരു മേഖലയെ ഇല്ലാതായി. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഈ ഷോപ്പുകൾ, നമ്മുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ ആ ചൂരമല ഉണ്ടൊക്കെയൊക്കെയുള്ള ഒരുപാട് ഷോപ്പുകൾ പോയിട്ടുണ്ട്. അവരുടെ വരുമാന മാർഗ്ഗം അവരുടെ അത് സത്യം പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഞാൻ അവിടെ പോയപ്പോ ഇങ്ങനെ പല ആളുകളും പറഞ്ഞ് സന്തോഷ് സാറേ ഇനി ഇതൊക്കെ കാരണം ഇനി ഇവിടെ ഷോപ്പ് ഇട്ടിട്ട് എന്ത് കാര്യം. പക്ഷെ ഇനിയെങ്കിലും സർക്കാർ സൈഡിൽ ഞാൻ പറയുന്നത് ഈ അത് വീണ്ടും ഗാഡ്ഗിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം ഈ ഏരിയ എങ്ങനെയാണെന്നുള്ള ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നായിരിക്കും ഇപ്പൊ അടുത്ത ചോദ്യം വരാം. അദ്ദേഹം ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഇത് മാത്രമല്ല, ഇത്തരം ഏരിയകളെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി അവിടെയുള്ള ജനങ്ങളെ അവിടുന്ന് കുടിയൊഴിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് വേറെ സ്ഥലം കൊടുത്തുകൊണ്ട് കുടിയൊഴിപ്പിക്കണം ചെയ്താൽ ഭാവിയിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അല്ല അതേപോലെ അവിടെ ഇപ്പൊ നമ്മൾ ആർമി ഇട്ട ഒരു പാലം ഉണ്ട് കേട്ടോ, നല്ല ശരിക്കും ശരിക്കും നല്ലൊരു, കാരണം അതുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ പറ്റും നമ്മൾ. പക്ഷെ അതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോ ഒരു മൊബൈലൊക്കെ കാണുമ്പോൾ ഒരു പാലം ഇട്ടു എന്ന് പറയുന്നോണ്ടല്ല കേട്ടോ. അവിടെ ശരിക്കും ആ ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് നേരെ തന്നെ പോകുമ്പോ ഒക്കെ എനിക്ക് കുറച്ചു കാലം കൂടെ അവിടെ ഉണ്ടാവുമെന്നും ജനങ്ങൾക്ക് വേറൊരു പാലം വരുന്നവരെ അത് അവിടെ ഇടാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നമുക്ക് ആർമിയോടൊക്കെ റെസ്പെക്ട് തോന്നിപ്പോ. കാരണം ഇത്രയും ലോങ്ങിൽ ഒരു പാലം അവര്, അതേസമയം അതിന്റെ ന്യൂസ് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ന്യൂസ് ചാനലിലെ ന്യൂസ് എനിക്ക് ഓർമ്മ വരുന്നു. രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് തീരില്ല, നാളെ തീരൂ എന്നൊക്കെ പറയുമ്പോൾ, അല്ല നമ്മൾ വളരെ പുഷ്പം പോലെ എഴുതുകയാണ്, ഇന്ന് തീരില്ല നാളെ തീരും എന്നൊക്കെ പറയുമ്പോൾ ഒരു പാലമാണ് അവരിടുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും ഹെവി വെഹിക്കിൾ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാലത്തെ കുറിച്ചാണ് നമ്മൾ അന്ന് ന്യൂസ് എഴുതിയത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ആ റിപ്പോർട്ടറൊക്കെ ഓർമ്മ വന്നത്. അതേപോലെ ഇവിടുത്തെ ചാനലുകാരോട് പറയാനുള്ളത്, വിമർശിക്കാൻ വേണ്ടി ആരും ദയവ് ചെയ്ത് വിമർശിക്കരുത്. അതേപോലെ നിങ്ങൾ മരണത്തിന്റെ സംഖ്യ ഒക്കെ പറഞ്ഞോളൂ, ഇത് ക്രിക്കറ്റ് കമന്ററി അല്ലാന്നും കൂടെ ഒന്ന് അല്ലേ. പക്ഷേ ഇപ്പൊ മീഡിയയുടെ കാര്യം പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞത് ഒരു സൈഡാണ്, മറ്റേ സൈഡ് എന്ന് വെച്ചാൽ ഇതെല്ലാം ലോകം അറിഞ്ഞതും ആൾക്കാർ അവിടേക്ക് എത്തിപ്പെട്ടെന്നെല്ലാം മീഡിയയും കൂടെ കാരണമാണ്. ഒന്ന് ഫാസ്റ്റ് ആയതും അല്ല അതും പറയാം. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഫാസ്റ്റ് ആയത് മീഡിയക്ക് വലിയ പങ്കുണ്ട്. ഞാൻ മീഡിയ മോശമെന്നല്ലല്ലോ പറയുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ പാലത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ ന്യൂസ് പെട്ടെന്ന് ഓർമ്മ വന്നത്. രാവിലെ തുടങ്ങിയ പാലം വൈകുന്നേരം തീർന്നില്ല എന്നൊക്കെ പറയുമ്പോ എമ്മാതിരി പാലാണ് ഒരു ഇത്രയും ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയെന്നുള്ള അവിടെ എത്തിയോനെ മനസ്സിലാവുള്ളൂ. അത് ചെയ്തവൻ ആ ന്യൂസ് വായിക്കുമ്പോൾ അവനെ ഫീൽ ചെയ്യാം. നമ്മൾ എന്തിനും ഏതിനും ഒരു കുറ്റം കണ്ടുപിടിക്കരുത്. അതേപോലെ മരണക്കണക്ക് പറയണ്ടെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ 199 മൃതദേഹം കണ്ടുപിടിക്കും. അപ്പൊ ഇതാ 199 എത്തിയിരിക്കുകയാണ്, ഇനി ഒന്ന് മാത്രം മതി 200 എത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ഇതൊരു ബാറ്റ്സ്മാൻ ഡബിൾ സെഞ്ചുറി എടുക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞു ആ രീതിയിലാണ് പലപ്പോഴും. അതേപോലെ ഈ ഉരുൾപൊട്ടൽ, മൂന്നാമത്തെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. അപ്പൊ ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്, ഇദ്ദേഹം സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരാൾ ഓടുക, ലൈവ് കാണിക്കാം,
എന്താ ഓടുന്നത് കേട്ടോ, മൂന്നാമത്തെ ഉരുൾപൊട്ടൽ. അതെ, ഈ ന്യൂസ് ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത്. ഒരു ചാനൽ പറയാണ് ഈ മൂന്നാമത് ഉരുൾപൊട്ടി എന്നുള്ള ന്യൂസ് ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത്. ഏത് ചാനലായിട്ടാ അങ്ങനെ പറഞ്ഞത്? ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ ആരെയും വേദനിപ്പിക്കണ്ട. പോട്ടെ, അത്രയൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇദ്ദേഹം പിന്നെ ചോദിക്കാം, ആ സമയത്ത് അവിടെ ആരൊക്കെയുണ്ട്? അല്ല, ആ സമയത്ത് MLA ഒക്കെ ഉണ്ടായിരുന്നു. MLA ഉണ്ടോ? അപ്പൊ ഈ ഓടുന്ന മനുഷ്യൻ പറയുന്നുണ്ട് അവിടെ ഉരുള് പൊട്ടി നിൽക്കുക, ഞാനെന്താ ഓടി അവിടെ എത്തട്ടെ. ഈ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ പറ, അവിടെ എത്ര പേരാണ് ഓടിയിരിക്കുന്നത്? MLA ഓടിയോ? ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യപ്പറ്റ് എന്നതുകൂടി നമുക്ക് ആവശ്യമാണല്ലോ. ഉരുൾപൊട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓക്കെ, നിങ്ങളോട് ഫസ്റ്റ് ഞാൻ പറയേണ്ടതാണ്, നിങ്ങളുടെ സുരക്ഷിത സ്ഥാനത്തെത്തും. സുരക്ഷിത സ്ഥാനത്ത് എത്തിയതിനു ശേഷം ചേട്ടാ ആരൊക്കെ ഉണ്ട് നിങ്ങളെ കൂടെ ഓടിയെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. അല്ലാണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ചോടുന്ന ഒരു മനുഷ്യനോടാണ് നമ്മളത് പറയുന്നത്. ഞാൻ ഇതൊന്നും ചെയ്യണ്ടെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അവർ ചെയ്യുന്നതോടെ ഫാസ്റ്റ് ആവുന്നതെന്നും കൂടെ എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ഇതിനൊന്നും എതിരല്ല. പക്ഷെ അതേപോലെ ഇപ്പോൾ അർജുൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് ആർമി വിചാരിച്ച പോലെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കർണാടക പോലീസ് അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരെ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് അവിടേക്ക് വരാനുള്ളൊരു വഴി ഒരുക്കണ്ടേ. ഇത് ഞാൻ കർണാടക പോയപ്പോൾ അവരെന്നോട് പറഞ്ഞാണ്, ആദ്യത്തെ 3 ദിവസം ഞങ്ങൾ ചെയ്തില്ല, നിങ്ങളെ കേരളത്തിൽ എന്നോട് പറയാം, അവിടുത്തെ പോലീസുകാരായിട്ട് ഒരു കമ്പനി ഉണ്ട്, ചാനലുകാർ ഞങ്ങളെ നാറ്റിക്കുന്നുണ്ട്. സർ, അവിടേക്ക് ഇവിടെ മാത്രമല്ല, കാർവാർ തൊട്ട്, അവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ, പല സ്ഥലത്തും വന്നിട്ടുണ്ട്, കാർവാർ തൊട്ട് ഇവിടെ വരെ ഈ ഞങ്ങളെ വണ്ടി വരാനൊരു സമയം എടുക്കില്ലേ? ഈ ന്യൂസ് എന്താ ആരും പറയാത്തത്? 3 ദിവസം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം കൂടെ പറയണമല്ലോ. അതല്ലാത്ത സ്ഥലത്ത് ഈ മണ്ണ് മാറ്റിയോണ്ടല്ലേ നിങ്ങളടക്കമുള്ളവർ ഇവിടെ വന്നതെന്ന്. അപ്പൊ 2 പെർസെപ്ഷൻ ഉണ്ട്. അതേപോലെ ഇപ്പൊ വേലിപ്പാലാണെങ്കിൽ ഇതെന്താ തീരാത്തെന്ന് പറയുമ്പോൾ അതിന്റെ പണി എന്താന്ന് കൂടെ നമുക്ക് നോക്കണല്ലോ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒന്നിനെയും ഇതാക്കണ്ട. അതേസമയം നിങ്ങൾക്ക് വിമർശിക്കേണ്ടതിന് നിങ്ങൾ വിമർശിച്ചോളും. ഇപ്പോൾ ഞാൻ ഈ ചില ദുരിതബാധിത പ്രദേശത്ത് പോകുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിച്ചിട്ട് അവൻ എന്താണോ നഷ്ടപ്പെട്ടതാ ഞാൻ കൊടുക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് സംഭവിച്ചാൽ ഈ പാലം ഒഴുകി പോയ കേസാണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് അവിടെ എത്തണം, അവിടെ കുറച്ച് ഫാമിലിയുണ്ട്, അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ എന്നോടും മര്യാദയ്ക്ക് ജനങ്ങൾ പറഞ്ഞു, സന്തോഷ് സാറേ അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കാം, അവരെങ്ങനെങ്കിലും എത്തും. പറ്റൂല, എനിക്ക് നേരെ കാണുന്നു. അപ്പൊ ജസ്റ്റ് മുളേന്റെ ഒരു കുഞ്ഞു പാലം തട്ടിക്കൂട്ടാ, അടിയിൽ കൂടെ ശക്തമായ വെള്ളം വരുന്നുണ്ട്. ആ സമയത്ത് മഴയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, സാർ നമ്മൾ ഈ മഴ കാണുന്നോണ്ടല്ല, ഈ ശരിക്കും പറഞ്ഞ ഉരുൾപൊട്ടലൊക്കെ എത്രയോ എണ്ണം ജനങ്ങൾ പറഞ്ഞു കേട്ടോ, ഇതിൽ കൂടുതലൊക്കെ നടക്കുന്നുണ്ട്. അത് വനമേഖലയിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തതാണ്. മനസ്സിലാക്കണം, അവിടുന്ന് ആരും റിപ്പോർട്ട് ചെയ്യാനില്ല. നമ്മൾ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇപ്പോൾ ഉരുൾപൊട്ടിയോ, അവിടെ ഇപ്പോൾ വെള്ളം എങ്ങനെയാണ് വരുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പം പെട്ടെന്നായിരിക്കും നിങ്ങൾ ഇതിൽ കൂടെ വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്താൽ നിങ്ങൾ പെടും, നിങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഒന്ന് നേരെ പോയി കണ്ടേക്കാന്ന് പറഞ്ഞു. അല്ല, അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും പോയി ആളുകളോട് സംസാരിച്ചു, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ ഈ തിരിച്ചു വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത്, സന്തോഷ് പണ്ഡിറ്റിന് ഒരു തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി. ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും 4 പ്രാവശ്യം പോകേണ്ടി വരുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അല്ല, 2 പെർസെപ്ഷൻ ഉണ്ടല്ലോ. എനിക്കിപ്പോ ഒരു തവണ മതി ചില കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഒന്നിനെയും നെഗറ്റീവ് അടിക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കണക്ക് പറയണ്ടെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ കഷ്ടപ്പെട്ട് ഒന്നിനെയും ഇതാക്കരുത്. അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി വന്നു, ഇന്ത്യൻ ആർമിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇന്ത്യൻ ആർമി എന്ത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ആർമിയെ കുറിച്ചാണ് പറയുന്നത്. അവരവരുടെ കഴിവിനെ മാക്സിമം ചെയ്യുന്നുണ്ട്. അതേപോലെ കർണാടക ഷിരൂരിലെ കേസിൽ രാത്രി എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല? 2 ലൈറ്റ് ഇട്ടാ പോരെ? സത്യം പറയാൻ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു 2 ലൈറ്റൊക്കെ ഇട്ട് ചെയ്തുകൂടെ. പക്ഷെ അവിടെ പോയി ഞാൻ ഇനി ഒരിക്കലും അത് പറയില്ല. കാരണം രാവിലെ പോലും ശക്തമായ മഴ വരുമ്പോൾ ഈ ഓൾറെഡി ഇടിഞ്ഞ ഭാഗം പിന്നെ ഇടിയാൻ സാധ്യതയുണ്ട്. രാവിലെ പോലും ശക്തമായ മഴ വരുമ്പോൾ അവിടെ നിർത്തിയേ പറ്റൂ, നമ്മൾ ഓടേണ്ടി വരും. ഒരു ചെറിയൊരു ഭാഗം ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറിയുന്ന എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ഈ കുഞ്ഞു ഇതിലും വെച്ചിട്ട് പറയുമ്പോൾ അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ പറയുന്ന റിപ്പോർട്ടർക്ക് കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആയി ചിന്തിക്കണം. രാവിലെ സമയത്ത് പോലും ശക്തമായ മഴ പെയ്യുമ്പോൾ അടുത്ത് ഇടിയാൻ സാധ്യതയുള്ള സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാത്രി നിങ്ങൾക്ക് 2 ലൈറ്റും വെച്ച് തെരഞ്ഞുകൂടെ? അപ്പൊ കുറ്റം പറയാനായിട്ട് പറയണ്ട, ഓരോരുത്തരും അവരുടെ കഴിവിന്റെ മാക്സിമം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സന്തോഷേട്ടനാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കിന് ഒരു കൂട്ടം ആളുകൾ, ഒരുപാട് പേരും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഷോ ഓഫ് കാണിക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതിനെതിരെ എന്താണ് പറയാനുള്ളത്? ഇതിനെതിരെ എന്തിനു പറയണം? നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. നിങ്ങൾ എന്തിനാ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനവൻ്റെ പണി എടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്,
ആ സ്ഥലത്ത് തന്നെ നേരെ പോയിട്ട് ചെയ്യണോ, അവരെങ്ങോട്ട് വിളിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പോലും ഞാൻ എന്താ പറഞ്ഞത്, അവിടെ ഒന്നിനും കാണിക്കാനോ വേണ്ടിയിട്ടല്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞ പല എക്സ്പീരിയൻസും ഞാൻ നേരെ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഷിരൂർ പോയില്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സിലെങ്കിലും ഉണ്ടാവുമായിരുന്നു 2 ലൈറ്റ് ഇട്ട് ഇവർക്ക് ചെയ്തുകൂടെ എന്നുള്ളത് എന്റെ മനസ്സിലുണ്ടാവുമായിരുന്നു. നേരെ പോയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇതേപോലെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ആയാലും അവിടെയൊക്കെ ഞാൻ വർഷം മുമ്പേ പോയെന്ന്. അവിടെ സാധാരണ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞതും ഈ റിപ്പോർട്ടും വെച്ചതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കുക, വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങുന്നത് നല്ലതാണ്, സോഷ്യൽ മീഡിയയിൽ അവസാനിപ്പിക്കരുത്. ശരിയല്ലേ? ഇവിടുത്തെ പല ആളുകളും, പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷന്റെ വിപ്ലവം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കോ, നിങ്ങൾ മണ്ണിൽ നിന്നുകൊണ്ടാണ് വിപ്ലവം തുടരേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഇപ്പൊ മധുവിന്റെ കൊലപാതകം അട്ടപ്പാടിയിൽ ഇതാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മധു കുറച്ചു ദിവസം കഴിഞ്ഞ് ഏത് മധു, പലർക്കും വേണ്ടി #, ഇടുന്നു. ആര്? ഇങ്ങനെയല്ല വേണ്ടത്. സോഷ്യൽ മീഡിയ വിപ്ലവം തുടങ്ങുന്നത് തെറ്റില്ല, സോഷ്യൽ മീഡിയയിൽ അവസാനിപ്പിക്കരുത്. കാരണം നിങ്ങൾ മണ്ണിൽ ഇറങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യവും അതാത് സ്ഥലങ്ങളിൽ പോയി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും.